വെൽക്കം ടു മാസ്റ്റർമെൻ എഡ്യൂക്കേഷൻ ഓൺലൈൻ ക്ലാസ്സസ്. ഇന്ന് നമ്മളിവിടെ ഓൺലൈൻ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് എക്കണോമിക്സിലെ ബ്ലോക്ക് 1 യൂണിറ്റ് 4 പ്രൊഡക്ഷൻ ഫംഗ്ഷനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. നമ്മൾ യൂണിറ്റ് 3 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് 3 കംപ്ലീറ്റ് ആക്കിയിരുന്നു. നമ്മളിന്ന് യൂണിറ്റ് 4 കഴിഞ്ഞ ക്ലാസ് ഡിമാൻഡ് ആൻഡ് സപ്ലൈയെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിൽ ഒരുപാട് ഏരിയകൾ നമുക്കൊരു പ്രൊഡക്ഷനെ കുറിച്ച് നമ്മൾ കേട്ടില്ലേ, കോസ്റ്റ്, പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ പ്രൊഡക്ഷനെ കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, എന്താണ് പ്രൊഡക്ഷൻ, നമുക്ക് എന്താണ് പ്രൊഡക്ഷൻ എന്ന് പഠിക്കുക. എന്താണ് സാധനങ്ങൾ ഉണ്ടാക്കുന്നതാണ് പ്രൊഡക്ഷൻ. അതിനെന്ത് കോസ്റ്റ് വരും, ഒക്കെ വരും. അപ്പോൾ എന്താണ് പ്രൊഡക്ഷൻ? റൈസ് എ പ്രോസസ് ദാറ്റ് എ ഫേം യൂസസ് ടു ട്രാൻസ്ഫോം ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ട്. ഒരു ഫേം അതെന്ത് ചെയ്യും, ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തിലോട്ട് മാറ്റും. അപ്പോൾ ഒരു ഇൻപുട്ട് ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇൻപുട്ട് നേരെ ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നു. സാധനം എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഉദാഹരണം പറയാം, ഏറ്റവും ഉദാഹരണം, ഒരു തേങ്ങ വരണമെങ്കിൽ അത് ആദ്യം എന്ത് വേണം, നട്ടിടണം. പിന്നെന്ത് വേണം, അതിന് വളമ കൊടുക്കണം, തെങ്ങ് വരണം, എന്നിട്ട് തേങ്ങ ആവുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മളൊരു ഇൻപുട്ട് ഇവിടെ കൊടുക്കണം, എങ്കിലും അത് ഔട്ട്പുട്ടായിട്ട് നമുക്കിത് ലഭിക്കുള്ളൂ. ആ ഔട്ട്പുട്ട് ലഭിക്കുമ്പോൾ നമുക്കത് സെയിൽ ചെയ്യുമ്പോൾ നമുക്കത് പ്രൈസ് കിട്ടുള്ളൂ, അല്ല നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ അതെന്ത് ചെയ്യണം, അതെന്ത് ചെയ്യുന്നു, ആദ്യം നമ്മൾ വിത്ത് വാങ്ങുന്നത് അതൊരു ഏരിയയിൽ നിന്നായിരിക്കും, പിന്നെ നമുക്ക് വളം വാങ്ങുന്നത് മറ്റൊരു ഏരിയയിൽ നിന്നായിരിക്കും, പിന്നെ നമ്മൾ വെള്ളം നനച്ചു കൊടുക്കുന്നത് വേറെ പൈപ്പിൽ നിന്നായിരിക്കും. അങ്ങനെ ഓരോന്നും എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് മാറുന്നതാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കൺസെപ്റ്റിൽ. ഷോർട്ടായിട്ട് പറയാണ് പ്രൊഡക്ഷൻ എന്താണെന്ന്. ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് ക്രിയേറ്റിംഗ് ഗുഡ്സ് ആൻഡ് സർവീസ് വിത്ത് ഹെൽപ്പ് ഓഫ് ഇൻപുട്ട് ഓഫ് ഫാക്ടേഴ്സ് പ്രൊഡക്ഷൻ ഇൻ ഓർഡർ ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ്. ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്ക് ആവശ്യമുള്ളത്? ഒരുപാട് നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളുണ്ട്, ആവശ്യമുള്ള സാധനങ്ങളുണ്ട്. അതൊക്കെ എന്തൊക്കെയാണ് ആവശ്യമുള്ള അത്യാവശ്യമുള്ള സാധനം കണ്ടെത്തിയിട്ട് അതിനുള്ള ഫേമുകൾ എന്ത് ചെയ്യുന്നു, ഇൻപുട്ടുകൾ ഉണ്ടാക്കുന്നു. അതിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന ഹെൽപ്പ് ഓഫ് ഇൻപുട്ട്. എന്തൊക്കെ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു അതിന് ഹെൽപ്പായിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. അപ്പോൾ അത് ഒരുപാട് പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നു. ഇൻ ഓർഡർ ടു, എന്ത് ഓർഡർ പ്രകാരമാണ്, മനുഷ്യനെ സാറ്റിസ്ഫൈ ചെയ്യുക, മനസ്സിലേക്ക്, അതായത് മൈൻഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, മനുഷ്യൻ്റെ മനസ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഹ്യൂമൻ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്നതാണ്, ഉണ്ടാക്കുന്ന ഇൻപുട്ടാണ് എന്ത് പറയുന്നത്, പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇൻപുട്ട് ഈസ് എനിത്തിങ് ദാറ്റ് ഈസ് എംപ്ലോയ്ഡ് ഇൻ ദി ക്രിയേഷൻ ഓഫ് എ കമ്മോഡിറ്റി. ഒരു ഇൻപുട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ, എനിത്തിങ്, ഏത് ഇൻപുട്ട് കിട്ടുകയാണെങ്കിലും ദാറ്റ് ഈസ് എംപ്ലോയ്ഡ്, അതൊരു വ്യക്തി എംപ്ലോയ് ചെയ്തിട്ടുണ്ടോ. കാരണം ഒരു സാധനം ഉണ്ടാണെങ്കിൽ ലാൻഡ്, ഭൂമി വേണം, ലേബർ, തൊഴിലാളി വേണം, അതുപോലെ ക്യാപിറ്റൽ, അതിൻ്റെ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ വേണം, എല്ലാം വേണം. അപ്പോൾ ഇൻപുട്ട് ഈസ് എനിത്തിങ് ദാറ്റ് എംപ്ലോയ്ഡ് ഇൻ ദ ക്രിയേഷൻ ഓഫ് എ കമ്മോഡിറ്റി. ദ യൂസേജ് ഓഫ് എ ലാൻഡ്, ഞാൻ പറഞ്ഞല്ലോ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, ഇതൊരു ഇൻപുട്ട് വേണമെങ്കിൽ, ഒരു ഔട്ട്പുട്ട് വരണമെങ്കിൽ എന്തൊക്കെ വേണം, ലാൻഡ്, റെൻറ്റ്, ഭൂമി വേണം, പാട്ടം വേണം, ലേബർ, തൊഴിലാളികൾ വേണം, എല്ലാം വേണം. അതുപോലെ തന്നെ എന്തൊക്കെ വേണം, ദ യൂസേജ് ഓഫ്, ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ എന്തൊക്കെ യൂസേജ് വേണ്ടി, ലാൻഡ്, വാട്ടർ, ലേബർ ആൻഡ് അതർ തിങ്സ് ആർ ഇൻപുട്ട് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് എ റൈസ് വിച്ച് ഈസ് ദി ഔട്ട്പുട്ട്. ഒരു അരി ഉണ്ടാക്കണമെങ്കിൽ, എക്സാമ്പിൾ ഒരു അരി ആണെങ്കിൽ നമുക്കൊരു ചോറ് വെക്കാൻ, നിത്യം നമ്മൾ കഴിക്കുന്നതാണ് ചോറ്. എന്ത് ചോറായിക്കോട്ടെ, എന്ത് റൈസ് ആയിക്കോട്ടെ, ഉണ്ടാക്കുന്നതിന് ഭൂമി വേണം, അതുപോലെ തന്നെ ഒഴിക്കാനുള്ള വെള്ളം വേണം, ലേബർ, തൊഴിലാളി വേണം, മറ്റുള്ള ഇൻപുട്ടുകളൊക്കെ അതിന് എന്ത് ചെയ്യുന്നതിന് ആവശ്യം വരുന്നുണ്ട്. എങ്കിലത് റൈസായിട്ട് നമുക്ക് മാറ്റി എടുക്കാൻ കഴിയുള്ളൂ. ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ടൈപ്പിക്കലി ഇൻവോൾവ് സെവറൽ സ്റ്റേജസ്. ഓരോ പ്രൊഡക്ഷനും പല സ്റ്റേജുകൾ എത്തി പറയുന്നുണ്ട്. എന്താണ്, പല സെവറൽ സ്റ്റേജായിട്ട് എന്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞത് മെയിനായിട്ട്, ഇൻക്ലൂഡിങ് പ്ലാനിങ്. ഒന്നാമത്തെ പറഞ്ഞ പ്ലാനിങ് ആണ്. നമ്മൾ ഏത് സ്റ്റേജിലാണ് നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടാക്കേണ്ടത്, അതിന് പ്ലാനിങ് ഉണ്ട്. അതുപോലെ തന്നെ ഓർഗനൈസിങ്, നമ്മളിത് ഓർഗനൈസ് ചെയ്യണം. കാരണം നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ഒരുപാട് ഇൻപുട്ട് കൊടുക്കണം. കുറച്ച് ഇൻപുട്ട് കൂടെ ഒരുപാട് ഔട്ട്പുട്ട് ഉണ്ടാക്കുന്ന കൺസെപ്റ്റ് എന്താണ്, സിമ്പിൾ മെത്തേഡുകൾ എന്തൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഓർഗനൈസ് ചെയ്യാൻ ഒരു പ്ലാനിങ് തീരുമാനിക്കാൻ എന്താണ്, നമുക്ക് ഇന്ത്യക്ക് ഒരു പ്ലാനിങ് കമ്മീഷൻ ഉണ്ട് അല്ലേ. നമുക്ക് എന്താണ്, നമ്മുടെ ഇന്ത്യ ഭരിക്കണമെങ്കിൽ അതൊരു പ്ലാനിങ് വേണം. ആ ഒരു പ്ലാനിങ്ങിൽ കൂടെ വഹിച്ചാൽ നമുക്ക് എന്തെയുള്ളൂ, അത് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ മറ്റ് ഇന്ത്യയിൽ താമസിക്കുന്ന എല്ലാ ജനങ്ങൾക്കും. അതുപോലെ തന്നെ ഒരു പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ അതിൻ്റെ പ്ലാനിങ് വേണം, അതിൽ ഓർഗനൈസ് ചെയ്യാൻ ഒരാൾ വേണം. ഫിനാൻസ് നടത്താൻ, പണമിടപാട് നടത്തുന്ന ഒരാൾ വേണം. ആൻഡ് മാനേജിങ് റിസോഴ്സ്, ആ റിസോഴ്സുകളൊക്കെ മാനേജ് ചെയ്യാൻ എന്താണ് മറ്റൊരു വ്യക്തികളും വേണം.
ടു എൻഷർ എഫിഷ്യൻ്റ് ആൻഡ് എഫക്റ്റീവ് പ്രൊഡക്ഷൻ. നല്ല രീതിയിലൊരു പ്രൊഡക്ഷൻ കിട്ടണമെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള 4-5 ഘടകങ്ങൾ സവർ സ്റ്റേജസുകൾ, ഓരോ സ്റ്റേജസുകളും എന്തായിരിക്കണം, കടന്നു പോകണം. എങ്കിലും വെറുതെ നമുക്കൊരു ഇൻപുട്ട് കൊടുത്താൽ ഔട്ട്പുട്ട് കിട്ടില്ല. അത് എന്ത് ഇൻപുട്ട് കൊടുക്കുന്ന ഒരു പ്ലാനിങ് വേണം. അത് ആ കൊടുത്ത ഇൻപുട്ട് ഓർഗനൈസ് ചെയ്യാനൊരു ഓർഗനൈസർ വേണം. ആ ഇൻപുട്ട് കൊടുക്കാനൊരു ഫിനാൻസർ, ക്യാഷ് ഉള്ളവന് വേണം. ആ ഫിനാൻസർ ക്യാഷ് കൊടുത്ത ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ അത് മാനേജ് ചെയ്ത് കൊണ്ടെടുക്കാൻ, ലേബറിനെ മറ്റൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടെടുക്കാൻ എന്താണ്, ഒരു മാനേജിങ് വേണം, ഒരു മാനേജർ വേണം. ടു റിസോഴ്സ്, ആ റിസോഴ്സ് ചെയ്ത് വെക്കുക. ടു എൻഷുർ ദി എഫിഷ്യൻ്റ് ആൻഡ് എഫക്റ്റീവ് പ്രൊഡക്ഷൻ. ഓക്കെ, നമ്മുടെ ഇതിൽ പറഞ്ഞ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഒരുപാട് എന്തുണ്ട്, റീസൺസുകളുണ്ട്. പ്രൊഡക്ഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ സെവറൽ റീസൺസ്. പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺസുകൾ പറയുന്നുണ്ട് പ്രൊഡക്ഷനിൽ. എന്തൊക്കെയാണ്? ഒന്നാമത്തെ റീസൺസ് ക്രിയേഷൻ ഓഫ് വാല്യൂ. എങ്ങനെ ക്രിയേഷൻ ചെയ്യണം, ഏത് രീതിയിൽ നമുക്ക് ഇൻപുട്ട് കൊടുത്താൽ നമുക്ക് വാല്യൂ കിട്ടുക, അതാണ് അന്ന് ക്രിയേഷൻ ഓഫ് വാല്യൂ എന്നുള്ളത്. പ്രൊഡക്ഷൻ ക്രിയേറ്റ് വാല്യൂ ഫോർ കസ്റ്റമേഴ്സ് ബൈ ട്രാൻസ്ഫോമിങ് റോ മെറ്റീരിയൽസ് ആൻഡ് ഇൻപുട്ട് ടു ദി ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ദാറ്റ് മീറ്റ് ദർ നീഡ്സ് ആൻഡ് വാണ്ട്സ്. നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്, ഏത് സാധനമാണ് കസ്റ്റമർ വാല്യൂ കൊടുക്കുന്നത് എന്നൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തീരുമാനിക്കണം. അതാണ് പ്ലാനിങ്ങിൽ പറയുന്നത് എന്ന ഒരു കൺസെപ്റ്റിൽ. ക്രിയേഷൻ ഓഫ് വാല്യൂ എന്താ ആര് ചെയ്യുന്നത്, അത് പ്ലാനിങ് മെത്തേഡ് കൂടാണ്. എങ്കിലാണ് പ്ലാനിങ് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അത് കസ്റ്റമർ ഏതൊക്കെ പ്രൊഡക്റ്റാണ് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്ത്, ഏതൊക്കെ പ്രൊഡക്റ്റാണ് കസ്റ്റമർ വാങ്ങുക എന്നൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ പ്ലാനിങ് വേണം. അത് ഓർഗനൈസ് ചെയ്യാനുള്ള ഓർഗനൈസറൊക്കെ വേണം. രണ്ടാമത്തെ പറഞ്ഞ എക്കണോമിക് ഗ്രോത്ത്. എന്താണ് എക്കണോമിക് ഗ്രോത്ത്? സാമ്പത്തിക വളർച്ച. സാമ്പത്തിക വളർച്ച എന്ന് പറയുന്ന പ്രൊഡക്ഷൻ്റെ മെയിൻ കൺസെപ്റ്റാണ്. കാരണം എന്താ, സാമ്പത്തികം ഇല്ലാതെ നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒരു ഇൻപുട്ട് കൊടുക്കാതെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടില്ലായിരുന്നു. ഇൻപുട്ട് കൊടുക്കണം, എന്ത് വേണം, ഫിനാൻസ് വേണം. നേരത്തെ പറഞ്ഞതിൽ മൂന്നാമത്തെ കൺസെപ്റ്റാണ് ഫിനാൻസ്. ഫിനാൻസ് ഇല്ലാതെ ഈ പരിപാടികളൊന്നും ചെയ്യാൻ കഴിയില്ല. ഫിനാൻസ് നമ്മൾ മെയിൻ സംഭവം. അപ്പോൾ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താ, പ്രൊഡക്ഷൻ ഈസ് ദ കീ ഡ്രൈവർ ഓഫ് എക്കണോമിക് ഗ്രോത്ത്. ഒരു പ്രൊഡക്ഷൻ മത്സരത്തിൻ്റെ ഒരു താക്കോൽ തന്നെ നമുക്ക് പറയാം. എന്താണ് അതിൻ്റെ ഒരു ഡ്രൈവറാണ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്, അതിൻ്റെ ഡെവലപ്മെൻറ്റ്. അത് ഡെവലപ്മെൻറ്റ് ചെയ്യണമെങ്കിൽ എന്താണ്, ഈ പ്രൊഡക്ഷൻ മത്സരത്തിൻ്റെ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡ്രൈവറാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു താക്കോലാണ്, ഡ്രൈവറിൻ്റെ താക്കോലാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ഇത് ക്രിയേറ്റ് എംപ്ലോയ്മെൻറ്റ്, ജനറേറ്റ് ഇൻകം. നമ്മൾ എന്ത് ചെയ്യുന്നു, അതുകൊണ്ട് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, ഇൻകം കൂടുന്നു. പിന്നെ വേണ്ട കോമ്പറ്റീറ്റീവ്നെസ്. പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ഈസ് എസെൻഷ്യൽ ഫോർ ഫേംസ് ടു റിമെയിൻ കോമ്പറ്റീറ്റീവ് ഇൻ ദി മാർക്കറ്റ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരുപാട് പ്രൊഡക്ഷൻ ഉണ്ടാക്കി, പക്ഷെ അത് വിറ്റ് പോകണില്ല എങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? പല ഏരിയകളും ഒരേ കടകൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ മെയിൻ ടൗണുകൾ എടുക്കുമ്പം സൂപ്പർ മാർക്കറ്റ് ഒരുപാട് ഏരിയകളുണ്ടാവും, ഒരുപാട് ടെക്സ്റ്റൈൽസുകൾ ഉണ്ടാവും. പക്ഷേ ഒരുപാട് ടെക്സ്റ്റൈൽസ് ഉണ്ടെങ്കിലും എങ്ങനെയാണ് ഒരു ടെക്സ്റ്റൈൽസിന് സെയിലാക്കിപ്പിക്കാൻ കഴിയുക? ആ പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ള കിട്ടിയിട്ടുള്ള ഇൻപുട്ട് നമുക്ക് എങ്ങനെ അത് ഔട്ട്പുട്ടായിട്ട് കൊടുക്കാൻ പറ്റുക? അവിടെ എന്ത് വേണം? ഒരു കോമ്പറ്റീവ് വേണം, ഒരു മത്സരം വേണം. ഇവിടെ ഓഫർ കൊടുക്കുന്നുണ്ട്, ഇവിടെ അത് കൊടുക്കുന്നുണ്ട്, പരസ്യം ചെയ്യണം. അഡ്വർടൈസ്മെൻറ്റ് അതാണ് പരസ്യം നടന്നത്, പരസ്യം ചെയ്യണം. ഇങ്ങനെ കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അവിടെ പ്രൊഡക്ഷൻ കിട്ടുന്നത്. എഫിഷ്യൻറ്റ് പ്രൊഡക്ഷൻ, നല്ല രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എഫിഷ്യൻറ്റ് പ്രൊഡക്ഷൻ കിട്ടണമെങ്കിൽ പ്രോസസ് അലോ ഫേംസ് ടു ഓഫർ പ്രൊഡക്റ്റ് എന്തായിരിക്കണം, ഓഫർ ചെയ്യണം. ഏത് രീതിയിൽ? അറ്റ് ലോവർ പ്രൈസസ് വിച്ച് ക്യാൻ ഇൻക്രീസ് ദ മാർക്കറ്റ് ഷെയർ ആൻഡ് പ്രോഫിറ്റബിലിറ്റി. ലോവർ പ്രൈസിൽ നമ്മൾ എന്ത് ചെയ്യുന്ന സാധനം കിട്ടുകയാണെങ്കിൽ, കൊടുക്കുകയാണെങ്കിൽ, ഓഫർ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു, മാർക്കറ്റിന് നല്ല പ്രോഫിറ്റ് കിട്ടും. അതാണ് കോമ്പറ്റീറ്റീവ്നെസ്. മറ്റ് മാർക്കറ്റ് അവരുടെ റീസൺസുകളും അവരുടെ പേഴ്സണലിലുള്ള കാര്യങ്ങളൊന്നും മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യില്ല. അത് ബിസിനസ് തന്ത്രമാണ്, ബിസിനസ്സിലുള്ള സംഭവമാണ്. കാരണം എല്ലാ മാർക്കറ്റും പരസ്പരം ചെയ്യുന്നതാണ്, കോമ്പറ്റീഷൻ നടത്താറുണ്ട്. ഈ കോമ്പറ്റീഷനിൽ പല മാർക്കറ്റും എന്താവും, പരാജയപ്പെട്ടത് അത് ക്ലോസ് ചെയ്ത് പോകും. കാരണം അവർക്ക് അവരോട് കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഷട്ടർ താത്തി പോകുന്നത്. ഒരുപാട് ഏരിയകൾ മാർക്കറ്റ് തുടങ്ങും, സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങും. പക്ഷെ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലോസ് ആയി പോകുന്നുണ്ട്. എന്നാൽ അന്ന് തുടങ്ങിയിട്ടുള്ള ഇപ്പോഴും അത് എന്ത് ചെയ്യുന്നത്, നിലനിർത്തുന്ന ബാലൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതാണ് കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറഞ്ഞത്. ഇനി നാലാമത്തെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഈ പ്രൊഡക്ഷൻ മത്സരത്തിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറഞ്ഞാൽ എന്താണ്,
പ്രൊഡക്ഷൻ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഇംപ്രൂവിങ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് പീപ്പിൾ ബൈ പ്രൊവൈഡിങ് ദം. ഓരോ വ്യക്തികളും ഓരോ രീതിയിലുള്ള സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ശൈലി. അതായത് പല ആൾക്കാരും ഒരുപോലെയല്ല, എല്ലാവരും വ്യത്യസ്തമാണ്. വരുമാനത്തിലായിക്കോട്ടെ, അവിടെ എന്താ പറയുക, അതുപോലെ തന്നെ അവരുടെ വീട് പാർപ്പിട ലെവൽ നോക്കുകയാണെങ്കിലും ഫുഡ് ലെവൽ നോക്കുകയാണെങ്കിലും അവിടെ ക്ലോത്തുകളൊക്കെ നോക്കുകയാണെങ്കിൽ എന്താണ് ലെവൽ വേറെയാണ്. പല ആൾക്കാർക്ക് ബ്രാൻഡഡ് ക്ലോത്തുകൾ എടുക്കാം, പല ആൾക്കാർക്ക് ബ്രാൻഡഡ് ഹോട്ടൽസ് നിന്നൊക്കെ ഫുഡ് കഴിക്കാം. എന്താണ് അവിടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും വ്യത്യാസമുണ്ട്. അതാണ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നമുക്ക് ഇത് വരും. ഒരുപാട് പ്രോഫിറ്റ് കിട്ടിയാൽ നമുക്ക് എന്താവും നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ മാറ്റി നിർത്താൻ കഴിയും. കാരണം അപ്പോഴാണ് നമുക്ക് എന്തേ ഉള്ളൂ, പ്രോഫിറ്റ് കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും. അതുപോലെ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് മാറ്റം വരുത്താം. ഒരുപാട് ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്നും ഒരുപോലെ പോകുന്ന രീതിയിൽ മാത്രം പോകാൻ നമുക്ക് എന്ത് ചെയ്യാം, വ്യത്യസ്ത രീതിയിൽ നമുക്ക് പോകാൻ പറ്റുന്നതാണ്. അഞ്ചാമത് എൻവിറോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി. എന്താണ് പരിസ്ഥിതി മലിനീകരണം? എൻവിറോൺമെന്റ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് പരിസ്ഥിതി മലിനീകരണം. Production can also contribute to environmental sustainability by promoting the use of renewable resources, reducing waste and emissions and improving resource efficiency. നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവിടെ ഒരുപാട് വേസ്റ്റുകൾ വരുന്നുണ്ട്. ഒരുപാട് റിസോഴ്സുകൾ ഇൻപുട്ടുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് ഔട്ട്പുട്ടിലോട്ട് മാറുമ്പോൾ ഒരുപാട് വേസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ വേസ്റ്റ് ഏരിയകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. അത് കുറക്കുക എന്നുള്ളതാണ്. കാരണം പ്രൊഡക്ഷൻ ക്യാൻ ആൾസോ കോൺട്രിബ്യൂട്ട് ടു എൻവിറോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി. പ്രൊഡക്ഷൻ എന്താ ചെയ്യുക, നമുക്ക് ഉണ്ടാക്കാം ഏത് രീതിയിൽ, എൻവിറോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി രീതിയിൽ ബൈ പ്രൊമോട്ട് ചെയ്യുക. എന്തൊക്കെയാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്? ദ യൂസ് ഓഫ് റിന്യൂവബിൾ റിസോഴ്സ്. ഈ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? റെഡ്യൂസിങ്, കുറക്കുക. എന്തൊക്കെ? വേസ്റ്റ് കുറക്കുക, മലിനീകരണം, വേസ്റ്റുകൾ കുറക്കുക. അതുപോലെ തന്നെ എമിഷൻസ്, മലിനീകരണങ്ങൾ വസ്തുക്കളൊക്കെ, കേടുവന്ന വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറക്കുക. ആൻഡ് ഇംപ്രൂവ് റിസോഴ്സ് എഫിഷ്യൻസി. അങ്ങനെ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ അതായത് കേടുവന്ന വസ്തുക്കളും കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് നല്ല നല്ല വസ്തുക്കൾ കൊടുക്കുമ്പോൾ എന്താവും, നമുക്ക് നല്ല രീതിയിൽ നമുക്കത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും. അതാണ് എൻവിറോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. ഈ എൻവിറോൺമെന്റ് എന്ന് പറയുന്നത് റിന്യൂവബിൾ റിസോഴ്സ് ആയിട്ടുള്ള സംഭവങ്ങൾ വേണം. വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ റിന്യൂവബിൾ ആയിട്ട് ജനങ്ങൾക്ക് അവൈലബിൾ ആയിട്ടില്ല, ജനങ്ങൾക്ക് നല്ല റിന്യൂവബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ള സാധനങ്ങൾ കൊടുക്കണം. അപ്പോഴെന്താവുള്ളൂ, നമുക്ക് എന്ത് ചെയ്യാം, വേസ്റ്റുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഇന്ന് പ്രൊഡക്ഷൻ ചാപ്റ്ററിൽ യൂണിറ്റ് 4 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രൊഡക്ഷൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.